മനുഷ്യനും യന്ത്രവും തമ്മിലുള്ള ബന്ധവും ലക്ഷ്യത്തിനു വേണ്ടി കമ്പ്യൂട്ടറിനെ ബലികൊടുക്കേണ്ടി വന്നതിലുള്ള കുറ്റബോധവും ആവിഷ്കരിക്കുന്ന കഥയാണ് സുബോധ് ജവഡേക്കറുടെ നരബലി. വിവർത്തനം കാളിയത്ത് ദാമോദരൻ. നരബലി. ബഹിരാകാശ പേടകത്തിലെ കൺട്രോൾ റൂമിൽ ഇരുന്ന് ജോലികൾ ചെയ്യുന്നതിനിടയിൽ നരേശ് തൻ്റെ മുമ്പിലുള്ള കമ്പ്യൂട്ടറുമായി സല്ലപിക്കുകയായിരുന്നു. മുമ്പൊക്കെ കമ്പ്യൂട്ടറിന് എന്തെങ്കിലും ഉത്തരവ് കൊടുക്കണമെങ്കിൽ കീബോർഡിൽ ടൈപ്പ് ചെയ്യണമായിരുന്നു. ഇപ്പോഴാകട്ടെ മനുഷ്യർ കൊടുക്കുന്ന കൽപ്പനകൾ ശബ്ദത്തിലൂടെ തന്നെ തിരിച്ചറിയാൻ കമ്പ്യൂട്ടർ പഠിച്ചു കഴിഞ്ഞിരിക്കുന്നു. അത് തിരിച്ചു നൽകുന്ന മറുപടി സ്ക്രീനിൽ വായിച്ചെടുക്കാതെ തന്നെ കേൾക്കാൻ കഴിയും. ശബ്ദം അല്പം കൃത്രിമവും അരോചകവുമായി തോന്നുമെങ്കിലും എഴുതപ്പെട്ട വാക്കുകളേക്കാൾ നന്നായി തോന്നും. ഈ പ്രക്രിയയിലൂടെ താൻ ഒരാളോട് മുഖാമുഖം സംസാരിക്കുകയാണെന്ന പ്രതീതി കമ്പ്യൂട്ടറിൻ്റെ മുമ്പിലിരിക്കുന്ന മനുഷ്യനുണ്ടാകുന്നു എന്നതാണ് പ്രധാനപ്പെട്ട സവിശേഷത. ഇത് സുഖകരമായ ഒരനുഭവമാണ്. പ്രത്യേകിച്ചും ഭൂമിയിൽ നിന്ന് 14 കോടി കിലോമീറ്റർ അകലെ ഏകാന്തതയുടെ നടുക്കയത്തിൽ കഴിയുമ്പോൾ ഇത്തരമൊരു സൗകര്യം വളരെ ആവശ്യമാണ്. നരേശും കമ്പ്യൂട്ടറും തമ്മിൽ ഇടയ്ക്കിടെ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ നരേശ് ഞാനൊന്ന് പറയട്ടെ, യെസ് ബോസ്, ഒന്നും മിണ്ടാതിരിയടോ തുടങ്ങിയ വാക്കുകൾ ഉപയോഗിക്കുന്ന രീതിയുണ്ട്. ഇതെല്ലാം കമ്പ്യൂട്ടറിൽ മുൻകൂട്ടി പ്രോഗ്രാം ചെയ്തതനുസരിച്ച് വന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഈ സംവിധാനം മൂലം താൻ സംസാരിക്കുന്നത് കമ്പ്യൂട്ടറിനോടല്ല, തൻ്റെ സഹപ്രവർത്തകനോടാണെന്ന തോന്നൽ തുടർച്ചയായി ഉണ്ടായിക്കൊണ്ടിരിക്കും. ഇത്തരമൊരു സംവിധാനം രൂപകൽപ്പന ചെയ്ത് പ്രയോഗക്ഷമമാക്കിയ ബുദ്ധിയെ നരേശ് പലതവണ മനസ്സിൽ വണങ്ങാറുണ്ട്. ഇതുവരെയുള്ള യാത്രകളെല്ലാം സുഖകരമായിരുന്നു, നരേശ് ആത്മകഥം പോലെ പറഞ്ഞു. യെസ് ബോസ്, കമ്പ്യൂട്ടർ മറുപടി പറഞ്ഞു. തുടർന്നുള്ള യാത്രയെക്കുറിച്ചുള്ള സൂചനകളെല്ലാം തയ്യാറായി കഴിഞ്ഞിട്ടുണ്ട്. മടക്കയാത്രയിൽ ശേഖരിക്കേണ്ട വിവരങ്ങളെല്ലാം കിട്ടി. എല്ലാ വിവരങ്ങളും ഈ ഫ്ലോപ്പിയിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇവയെല്ലാം നിന്റെ ഹാർഡ് ഡിസ്കിൽ എടുത്തോളൂ. ഇതും പറഞ്ഞ് നരേശ് മുമ്പിലുള്ള ബട്ടണിൽ വിരലമർത്തി. ഒരു നിമിഷത്തിനകം കമ്പ്യൂട്ടറിലെ പച്ച ബൾബ് പ്രകാശിച്ചു. വിവരശേഖരം വേണ്ട പോലെ കമ്പ്യൂട്ടറിൻ്റെ തലച്ചോറിൽ സൂക്ഷിച്ചു വച്ചിട്ടുണ്ട് എന്നതിൻ്റെ സൂചനയായിരുന്നു അത്. ഇത് അടുത്ത യാത്രയുടെ പരിപാടി. ഇതുപ്രകാരം വഴിയൊക്കെ നല്ലപോലെ അന്വേഷിച്ച് മനസ്സിലാക്കിക്കോളൂ. ഈ സൂചന അടുത്ത 24 മണിക്കൂറിനുള്ളിൽ താൻ നിർവഹിക്കേണ്ട കാര്യങ്ങളെപ്പറ്റിയുള്ളതാണ്. ഓക്കെ ബോസ്, വഴി കണ്ടെത്തിക്കഴിഞ്ഞാൽ വിവരം എന്നോട് പറയണം. പറഞ്ഞാൽ മാത്രം പോരാ, സ്ക്രീനിൽ എഴുതി കാണിക്കുകയും വേണം. അപ്പോൾ ഞാൻ അടുത്തപടി നിർദ്ദേശങ്ങളും സൂചനകളും തരും. നരേശ് കമ്പ്യൂട്ടറിന് കമാൻഡുകൾ കൊടുക്കുന്നതിനിടയിൽ കാപ്പി നിറച്ച സഞ്ചി വായിൽ വെച്ചു. ഗുരുത്വാകർഷണശൂന്യമായ അവസ്ഥയിൽ കാപ്പി മൊത്തിക്കുടിക്കുന്നതിന് പകരം വലിച്ചു കുടിച്ചു. സിപ്പ് ചെയ്യുന്നതിന് പകരം സക്ക് ചെയ്യണം. ഇങ്ങനെയുള്ള കാപ്പി കുടി നരേശന് ഒട്ടും ഇഷ്ടമായിരുന്നില്ല. കാപ്പി അല്പാൽപമായി മൊത്തി കുടിക്കണം, എങ്കിലേ അതിനൊരു രസമുള്ളൂ. എന്നാൽ അടുത്ത ഒരു 15 ദിവസം കൂടി നരേശിന് ആ രസം അനുഭവിക്കാൻ കഴിയില്ല. അയാൾ ചുമലുകൾ പൊക്കി സഞ്ചിയിലുള്ള കാപ്പി വായിലേക്ക് വലിച്ചു. ബഹിരാകാശ പേടകത്തിൻ്റെ വാതായനത്തിലൂടെ സൂര്യബിംബത്തെ കാണാമായിരുന്നു. സൂര്യന് തൊട്ടടുത്തെത്തിയിരുന്നതിനാൽ ജനാലയ്ക്കടുത്ത് എല്ലാ ഭാഗങ്ങളും ആ പ്രകാശത്തിൽ കുളിച്ചു. ജനാലച്ചില്ലകൾ കനത്ത കറുപ്പ് നിറമായിരുന്നിട്ടും അതിനുള്ളിൽ കൂടി സൂര്യനെ നോക്കുവാൻ കഴിഞ്ഞിരുന്നില്ല. ബോസ്, കമ്പ്യൂട്ടറിൻ്റെ ശബ്ദം കേട്ടു. എന്താ? സൂചനകളിൽ എന്തോ തെറ്റു പറ്റിയിട്ടുണ്ടെന്ന് തോന്നുന്നു. തെറ്റോ? അതെ, ഈ നിർദ്ദേശങ്ങളനുസരിച്ച് പോയാൽ നമ്മൾ സൂര്യൻ്റെ തൊട്ടടുത്തെത്തും. അപ്പോൾ മൂപ്പരുടെ ഗുരുത്വാകർഷണ വലയത്തിനുള്ളിൽ നമ്മൾ അകപ്പെട്ടു പോകും. അതിൻ്റെ അകത്തുനിന്ന് രക്ഷപ്പെടുവാൻ കഴിയുമെന്ന് തോന്നുന്നില്ല. നമ്മുടെ ഈ പേടകം നേരെ ചെന്ന് സൂര്യനിലെത്തും. എല്ലാം കത്തി ഭസ്മമാവും. നീ പറയുന്നത് ശരിയാണ്. പക്ഷേ നമ്മൾ ഏറ്റെടുത്തിട്ടുള്ള ദൗത്യം വിജയകരമായി പൂർത്തിയാക്കണമെങ്കിൽ നമ്മൾ സൂര്യൻ്റെ ഇത്ര അടുത്ത് പോയേ മതിയാവും. എന്ന് വച്ചാൽ ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ വഴിയില്ലെന്നാണോ? വഴിയൊക്കെ ഉണ്ടോ? നരേശ് ചിരിച്ചുകൊണ്ട് പറഞ്ഞു. ആ പ്രോഗ്രാം നിനക്ക് ഇനിയും തന്നിട്ടില്ല. അവസാന നിമിഷത്തിൽ ചെയ്യേണ്ട അഡ്ജസ്റ്റ്മെൻറ്റ്സ് എല്ലാം ചെയ്തിട്ടുണ്ട്. അത് ഫീഡ് ചെയ്യാം. ചുരുക്കി വേണമെങ്കിൽ ഇങ്ങനെ പറയാം, സൂര്യൻ്റെ തൊട്ടടുത്ത് ചെന്ന് ശേഖരിക്കേണ്ട വിവരങ്ങളെല്ലാം ശേഖരിച്ചു കഴിഞ്ഞാൽ ഈ പേടകം 2 കഷ്ണങ്ങളായി മുറിയും. മുമ്പിലുള്ള വലിയ കഷ്ണം സൂര്യൻ്റെ ഗുരുത്വാകർഷണം മൂലം സൂര്യനിലേക്ക് വലിക്കപ്പെടും. പിൻഭാഗത്തുള്ള ചെറിയ കഷ്ണം മുമ്പ് പറഞ്ഞ പ്രക്രിയയുടെ റിയാക്ഷൻ മൂലം സൂര്യനിൽ നിന്ന് ദൂരെ പോവുകയും ചെയ്യും. എന്നിട്ടോ ഞാൻ ആ ചെറിയ കഷ്ണത്തിലായിരിക്കും. ഭൂമിയിൽ നിന്ന് പിന്നാലെ വരുന്ന മറ്റൊരു പേടകം എന്നെ ഭൂമിയിൽ തിരിച്ചെത്തിക്കും. അപ്പോൾ ഞാനോ? കമ്പ്യൂട്ടർ ചോദിച്ചു. നീ വലിയ കഷ്ണത്തിൽ തന്നെയാകും ഉണ്ടാവുക. പിന്നെ സംസാരിക്കുന്നതിനിടയിൽ നരേശ് സ്വയം നിർത്തി. നീ ആ ഭാഗത്തോടൊപ്പം സൂര്യനിൽ ലയിച്ചില്ലാതാകും എന്ന് പറയാൻ
അയാളുടെ നാവ് പൊങ്ങിയില്ല. ഇത്രയും ദിവസങ്ങളായുണ്ടായ സമ്പർക്കത്തിലൂടെ അയാൾ കമ്പ്യൂട്ടറിനെ ഒരു വ്യക്തി എന്ന നിലയിൽ തന്നെ കാണാൻ തുടങ്ങിയിരുന്നു. തുടക്കത്തിൽ ഭൂമിയിൽ നിന്ന് പുറപ്പെടുമ്പോഴും അതിന് വിവരങ്ങൾ കൊടുത്തുകൊണ്ടിരുന്നപ്പോഴുമൊക്കെ അയാൾ കമ്പ്യൂട്ടറിനെ വെറുമൊരു യന്ത്രമായി തന്നെയാണ് കണ്ടിരുന്നത്. ഈ ഗവേഷണ പരിപാടിയിൽ പങ്കെടുക്കുന്ന ചില അമാനുഷ്യരുമുണ്ടെന്ന് അയാൾക്കൊരിക്കലും തോന്നിയിരുന്നില്ല. ഇപ്പോൾ ഈ വസ്തുത ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ അയാളുടെ ശരീരമാകെ പൊട്ടിത്തരിച്ചു. അതായത് എന്നെ ബലി കൊടുത്ത് നീ രക്ഷപ്പെടുമല്ലേ? ബലിയോ എന്ന് പറഞ്ഞാൽ എന്താ? നരേശിന് ശരിക്കും അറിയാമായിരുന്നില്ല ആ വാക്കിന്റെ അർത്ഥം. പണ്ടൊക്കെ ബലി നൽകുന്ന സമ്പ്രദായം ഉണ്ടായിരുന്നു. നീ അതിനെപ്പറ്റി കേട്ടിട്ടില്ലേ? ഇല്ല. നിനക്കറിയില്ലെങ്കിൽ പറയാം. പഴയ കാലത്ത്, അതായത് രാജാക്കന്മാരും റാണിയുമൊക്കെ ഉണ്ടായിരുന്ന കാലത്ത്, രാജ്യത്ത് എന്തെങ്കിലും സങ്കടമോ ക്ഷാമമോ മറ്റു ദുരിതമോ മഹാമാരിയോ ഒക്കെ ഉണ്ടായാൽ അവയെ ദൂരീകരിക്കുന്നതിന് വേണ്ടി ബലി നൽകുന്ന ഏർപ്പാടുണ്ടായിരുന്നു. കമ്പ്യൂട്ടർ തന്റെ നിർവികാര സ്വരത്തിൽ മെമ്മറിയിലുള്ള വിവരങ്ങൾ നൽകി. അതിന്റെ സ്വരം വിറയ്ക്കുന്നത് പോലെ നരേശിന് തോന്നി. വെറുതെ ഒരു തോന്നൽ മാത്രം. എന്താ പറയുന്നത്? സത്യമായും ഇങ്ങനെ ഒരു സമ്പ്രദായം ഉണ്ടായിരുന്നുവോ? ഉണ്ടായിരുന്നു. എന്നിട്ട് ആ ബലിയർപ്പിക്കപ്പെടുന്ന യുവാവ്, അയാൾ മൂകനായി മരണത്തിന് മുമ്പിലേക്ക് നടന്നു പോകുന്നുവെന്നോ? അയാൾ രക്ഷപ്പെടാൻ ശ്രമിക്കില്ലേ? ഓടി രക്ഷപ്പെടാൻ നോക്കില്ലേ അയാൾ? എങ്ങനെ? അയാളെ നല്ല ബലമുള്ള കയറുകൊണ്ട് വരിഞ്ഞു കെട്ടിയിരിക്കും. അയാളുടെ കാലുകൾ ചങ്ങലയിട്ട് പൂട്ടിയിട്ടുണ്ടാവും. മരണമല്ലാതെ മറ്റൊരു വഴിയും അയാൾക്ക് മുമ്പിൽ ഉണ്ടാവില്ല. എന്തു പറയണമെന്നറിയാതെ നരേശ് പരുങ്ങി. നിന്റെ പേര് നരേശ് എന്നല്ലേ? നരേശ് എന്നാൽ രാജാവ്. നീ എന്നെ ബലി കൊടുത്ത് സ്വയം രക്ഷപ്പെടും. അതായത് നിന്റെ പേര് അന്വർത്ഥമാകാൻ പോകുന്നു. നരേശിന് താൻ മരിക്കുന്നത് പോലെ തോന്നി. അയാൾ പെട്ടെന്ന് ആ മുറിയിൽ നിന്ന് ഇറങ്ങിപ്പോയി. കമ്പ്യൂട്ടർ വെറുമൊരു യന്ത്രം, നിർദ്ദേശിക്കപ്പെട്ട വിധം കണക്കുകൾ കൂട്ടുന്ന ഒന്ന്. ഇപ്പോൾ അതിന് സംസാരശേഷി കിട്ടി എന്നതുകൊണ്ടെന്താ? സ്ക്രീനിൽ എഴുതി കാണിക്കുന്നതിന് പുറമെ അതേ സന്ദേശം അത് വാക്കാൽ തരികയും ചെയ്യുന്നു. അത്രയല്ലേ ഉള്ളൂ വ്യത്യാസം. അതിന് സ്വന്തം ബുദ്ധിയില്ല, വികാരങ്ങളില്ല. അപ്പോൾ പിന്നെ തന്നെപ്പറ്റി നരേശ് എന്നാൽ രാജാവ്, നിന്റെ പേര് അന്വർത്ഥമാവാൻ പോകുന്നു എന്നൊക്കെ വികാരക്ഷോഭത്തോടെ പറയാൻ കഴിയുന്നതെങ്ങനെ? അതിന് ചിന്തിക്കാനുള്ള കഴിവുണ്ടോ? അതിന് ചിന്തിക്കാനുള്ള ശക്തിയുണ്ടോ? സ്വന്തം മരണത്തെപ്പറ്റി സങ്കല്പിക്കാൻ കഴിയുമോ? മരണത്തെപ്പറ്റി ആലോചിക്കണമെങ്കിൽ സ്വന്തം അസ്തിത്വത്തെപ്പറ്റിയുള്ള ബോധം അതിനുണ്ടായിരിക്കണം. അത് തത്സമയം ഉണ്ടായിട്ടുണ്ടാവുമോ? അതിൻ്റെ സംസാരത്തിൽ തീർച്ചയായും പരിഹാസം തുടിച്ചു നിന്നിരുന്നു. ഇതിൻ്റെ അർത്ഥം അതിന് തൻ്റെ അസ്തിത്വത്തെപ്പറ്റിയുള്ള ബോധമുണ്ടായി എന്ന കാര്യത്തിൽ തർക്കമേയില്ല. അങ്ങനെയാണെങ്കിൽ അത് ആത്മരക്ഷയ്ക്കായി എന്തെങ്കിലും ചെയ്തുകൂടുന്നുണ്ടോ? ബഹിരാകാശ പേടകത്തിന്റെ ഗതി തന്നെ മാറ്റിയാലോ? ഒരു വേള പേടകൻ 2 കഷ്ണങ്ങളായി വിഘടിക്കാതിരിക്കാൻ എന്തെങ്കിലും ചെയ്താൽ? അങ്ങനെ സംഭവിച്ചാൽ ഈ ബഹിരാകാശ വാഹനം മുഴുവനായും സൂര്യന്റെ ഭക്ഷണമായി പോകും. എന്നെ ബലി കൊടുക്കുമല്ലേ? എന്നാൽ എന്നോടൊപ്പം നീയും മരിക്ക്. നരേശ് വിയർത്തു കുളിച്ചുപോയി. എന്തു ചെയ്യണം? ഭൂമിയുമായി ബന്ധപ്പെട്ടവരുടെ സഹായം തേടണോ? പക്ഷേ അതിനും കമ്പ്യൂട്ടറിന്റെ സഹായം വേണ്ടിവരുമല്ലോ. എന്നാൽ പിന്നെ കമ്പ്യൂട്ടറിലേക്കുള്ള വൈദ്യുതി വിച്ഛേദിച്ചാലോ? പക്ഷേ അപ്പോൾ ഈ വാഹനം അതിൻ്റെ വഴിയെ പോകില്ല. അതിന് കഴിയില്ല. എന്തു ചെയ്യണമെന്നറിയാ നരേശ് കുഴങ്ങി. ഒന്ന് ചെയ്യാം. തൻ്റെ മുറിയിലെ കേൾവിയെ സഹായിക്കുന്ന യന്ത്രം ഓഫാക്കി വയ്ക്കാം. എങ്കിൽ പിന്നെ കമ്പ്യൂട്ടറിന്റെ ശബ്ദം കേൾക്കില്ലല്ലോ. പക്ഷേ അങ്ങനെ ചെയ്യാൻ പാടില്ല. അങ്ങനെ ചെയ്താൽ അപകട സൂചനകളോ ഭൂമിയിൽ നിന്നെത്തുന്ന സന്ദേശങ്ങളോ ഒന്നും തന്നെ കേൾക്കാൻ കഴിയില്ല. വാഹനത്തിൻ്റെ മുൻഭാഗം വിഘടിച്ച് 2 കഷ്ണങ്ങളും 2 ദിശകളിലേക്ക് പോകാൻ ഇനിയും 24 മണിക്കൂർ സമയം ബാക്കിയുണ്ട്. അതിനുള്ളിൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്തു തീർക്കേണ്ടതുണ്ട്. വരുന്നത് വരട്ടെ. ഒന്നും സംഭവിച്ചിട്ടില്ലാത്ത മട്ടിൽ പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കാം. അത്തരമൊരു സന്ദർഭമുണ്ടായാൽ അപ്പോൾ നോക്കാം. നരേശ് ഒടുക്കം ഇത്തരമൊരു തീരുമാനത്തിലെത്തി. മനസ്സിനെ നിയന്ത്രിച്ച് ദൃഢചിത്തനായി അയാൾ കൺട്രോൾ റൂമിലേക്ക് നടന്നു. മുൻകൂട്ടി നിശ്ചയിക്കപ്പെട്ട സമയപ്പട്ടികയനുസരിച്ച് നരേശ് തന്റെ ജോലികളിൽ വ്യാപൃതനായി. എന്നാൽ മുമ്പത്തെ പോലെ കമ്പ്യൂട്ടറുമായി ഇടയ്ക്കിടെ സംസാരിക്കുന്ന ശീലം മാത്രം നിർത്തിവെച്ചു. നരേശ് കൊടുത്തുകൊണ്ടിരുന്ന എല്ലാ ഉത്തരവുകളും നിർദ്ദേശങ്ങളും കമ്പ്യൂട്ടർ നിശബ്ദം അനുസരിക്കുന്നുണ്ടായിരുന്നു. യാതൊന്നും സംഭവിച്ചിട്ടില്ലാത്തതുപോലെ തന്നെ. അല്ലെങ്കിൽ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടോ? കമ്പ്യൂട്ടർ നരേശുമായി നടത്തിയ സംഭാഷണം വെറും ഒരു ഭാവനാവിലാസം മാത്രമാണോ? കൂടുതൽ ചിന്തിക്കാൻ നരേശിന് സമയമില്ലായിരുന്നു. ചുമതലപ്പെടുത്തിയിരുന്ന എല്ലാ പരീക്ഷണങ്ങളും അയാൾ വേണ്ട പോലെ ചെയ്തു തീർത്തു. ആവശ്യമായ കുറിപ്പുകളെടുത്തു. ഇടയ്ക്കിടെ അയാളുടെ ദൃഷ്ടി മുമ്പിലുള്ള പ്ലേറ്റിൽ പതിയുന്നുണ്ടായിരുന്നു. വാഹനം നിർദ്ദിഷ്ട മാർഗത്തിൽ കൂടി തന്നെയാണ് സഞ്ചരിച്ചിരുന്നത്. ഒരു കുഴപ്പവും കാണാനായില്ല. എല്ലാം പൂർവ്വ നിശ്ചയമനുസരിച്ച് തന്നെ നടക്കുന്നുണ്ടായിരുന്നു. അവസാനം ആ സമയമെത്തി. ബഹിരാകാശ വാഹനം 2ആയി വേർപെടാൻ ആവശ്യമായ എല്ലാ നിർദ്ദേശങ്ങളും നരേശ് കമ്പ്യൂട്ടറിന് നൽകിക്കൊണ്ടിരുന്നു. അവയെല്ലാം അക്ഷരം പ്രതി ഉൾക്കൊണ്ടു എന്നതിൻ്റെ തെളിവിനായി കമ്പ്യൂട്ടർ 2 തവണ ബീപ്പ് ബീപ്പ് എന്ന ശബ്ദമുണ്ടാക്കി. അടുത്ത 5 നിമിഷങ്ങൾക്കകം പേടകം 2ആയി വേർപെടും. നരേശ് കൺട്രോൾ റൂമിൽ അവസാനമായി ഒന്ന് കണ്ണോടിച്ചു. എല്ലാം വ്യവസ്ഥിതമായി തന്നെ നടക്കുകയായിരുന്നു. 4 മിനിറ്റ് ബാക്കി. നരേശ് കസാരയിൽ നിന്ന് എഴുന്നേറ്റു.
അടുത്ത 3 മിനിറ്റുകൾക്കുള്ളിൽ അയാൾക്ക് വാഹനത്തിന്റെ പിൻഭാഗത്തേക്ക് നീങ്ങേണ്ടതുണ്ടായിരുന്നു. അരയിൽ ബന്ധിച്ചിരുന്ന സുരക്ഷാ ബെൽറ്റിന്റെ ബക്കിൾ അയാൾ തിടുക്കത്തിൽ ഊരിമാറ്റി. അയാൾ കാലുകൾ ഉയർത്തി നോക്കാൻ ശ്രമിച്ചു. പക്ഷേ തൻ്റെ കാലുകൾ എവിടെയോ ഉടക്കിയിരിക്കുകയാണെന്ന് അപ്പോഴാണ് അയാൾക്ക് മനസ്സിലായത്. അയാളുടെ വായിൽ നിന്ന് അസ്ഫുടമായ ശബ്ദത്തിലൊരു നിലവിളി പൊങ്ങി പുറത്തു വന്നു. ഗുരുത്വാകർഷണരഹിതമായ പരിതസ്ഥിതിയിൽ സാധാരണ പോലെ നടക്കാൻ കഴിയുന്നതിനായി തൻ്റെ ബൂട്ടുകൾക്കടിയിൽ തറച്ചു വച്ചിരുന്ന കാന്തം മൂലമാണ് തനിക്കിങ്ങനെ തോന്നുന്നതെന്ന് അയാൾക്ക് അടുത്ത നിമിഷം ഓർമ്മ വന്നു. ശക്തിയോടെ അയാൾ കാലുകൾ ഉയർത്തി. ഭാഗ്യം, കാലുകൾ സ്വതന്ത്രമായി. 2 മിനിറ്റേ അവശേഷിച്ചിട്ടുള്ളൂ. ഇനി സൈറൺ ശബ്ദിച്ചു തുടങ്ങിയിരുന്നു. അയാൾ എങ്ങനെയോ കൺട്രോൾ റൂമിൻ്റെ വാതിൽക്കലെത്തി. 1 മിനിറ്റ് ബാക്കി. പാനലിന് മുകളിലെ മുഴുവൻ ചുവപ്പ് ബൾബുകളും പ്രകാശിച്ചു. നരേഷ് സർവ്വശക്തിയും സംഭരിച്ച് തൻ്റെ ശരീരം വാതിലിന് പുറത്തേക്ക് കൊണ്ടുവന്നു. നീന്തി അയാൾ വാഹനത്തിൻ്റെ പിൻവശത്തെത്തി. ഇടയ്ക്കുള്ള വാതിൽ പെട്ടെന്നടഞ്ഞു. അയാൾ ചെറുതായൊന്ന് ഞെട്ടിപ്പോയി. വാഹനം 2ആയി വിഘടിച്ചു തുടങ്ങിയിരുന്നു. ചുമരിൽ ഘടിപ്പിച്ചിരുന്ന ചെറിയ സ്ക്രീനിൽ അയാൾക്കതിൻ്റെ ചിത്രങ്ങൾ കാണാൻ കഴിഞ്ഞു. മുൻഭാഗം അതിവേഗം സൂര്യാഭിമുഖമായി പൊയ്ക്കൊണ്ടിരുന്നു. അതിൻ്റെ റിയാക്ഷൻ മൂലം നരേഷ് ഉണ്ടായിരുന്ന പിൻവശം പതുക്കെ സൂര്യനിൽ നിന്ന് അകലുകയായിരുന്നു. അതായത് താൻ ജയിച്ചു. തനിക്ക് സ്വാതന്ത്ര്യം കിട്ടാൻ പോകുന്നു. കമ്പ്യൂട്ടർ സുഹൃത്തിന് ബലി കൊടുത്തു. നരേശിൻ്റെ വായിൽ ഒരുതരം കയ്പുരസം അനുഭവപ്പെട്ടു. തൻ്റെ ജീവൻ രക്ഷിക്കുന്നതിനായി കമ്പ്യൂട്ടർ നിശബ്ദം ആത്മബലി നടത്തിയിരിക്കുന്നു. സൗരോഷ്മാവിൽ ഭസ്മമായി മാറുന്നതിന് മുമ്പ് അതിനോട് 2 വാക്ക് സംസാരിക്കുവാനുള്ള മോഹം നരേശിൻ്റെ മനസ്സിൽ പൊങ്ങി വന്നു. കൂടി വന്നാൽ 5 മിനിറ്റ് കൂടി റേഡിയോ സന്ദേശങ്ങൾ കൊടുക്കുവാൻ കഴിയുമായിരുന്നു. നരേശ് മൈക്കിൻ്റെ അടുത്തേക്ക് ഓടി. ഹലോ ഹലോ. കമ്പ്യൂട്ടറുമായി സമ്പർക്കം സ്ഥാപിക്കുവാനുള്ള ബട്ടണമർത്തിക്കൊണ്ട് അയാൾ ഉറക്കെ വിളിച്ചു. ഹലോ. കമ്പ്യൂട്ടറിൽ നിന്നുള്ള ശബ്ദം കേൾക്കായി. ഹലോ, ഞാൻ നരേശാണ്. നിനക്ക് 5 മിനിറ്റ് കൂടി, അതായത് നിനക്ക് 5 മിനിറ്റ് മാത്രം. അറിയാം, 5 മിനിറ്റിനകം ഞാൻ സൂര്യ തേജസ്സിൽ ലയിച്ചു ചേർന്നില്ലാതാവും. കമ്പ്യൂട്ടറിൻ്റെ ശബ്ദം അതീവ നിർവികാരമായിരുന്നു. ഓ, നിനക്കറിയാം അല്ലേ? നിനക്കൊന്നും തോന്നുന്നില്ല. നീ ഞാൻ ആത്മരക്ഷയ്ക്കുള്ള വഴിയൊന്നും കാണാതിരുന്നത് എന്തുകൊണ്ടാണെന്നല്ലേ ചോദിക്കുന്നത്? അതെ, എനിക്കെന്താ ചെയ്യാൻ കഴിയുമായിരുന്നത്? എന്നെ നീ കെട്ടിയിട്ടിരിക്കുകയായിരുന്നില്ലേ, എൻ്റെ കാലുകളിൽ ചങ്ങലയിട്ട്? എന്നിട്ട് എന്നോടാണോ ചോദിക്കുന്നത് ഞാനൊന്നും ചെയ്യാതിരുന്നത് എന്തുകൊണ്ടാണെന്ന്? ചങ്ങലയോ? എന്ത് ചങ്ങല? ഈ ചങ്ങല തന്നെ. മനുഷ്യനെ രക്ഷിക്കുവാനുള്ള ശ്രമം ആദ്യം ചെയ്യണം, പിന്നെ സാധിക്കുകയാണെങ്കിൽ മാത്രം സുരക്ഷയ്ക്ക് വേണ്ടത് ചെയ്യുക എന്ന നിയമമാണല്ലോ എൻ്റെ തലയിൽ നീ തന്നെ ഫീഡ് ചെയ്തിട്ടുള്ളത്. അത് ചങ്ങലയല്ലാതെ മറ്റെന്താണ്? മനുഷ്യൻ, ഞാൻ, ഇവയിൽ മനുഷ്യനാണ് മുൻഗണനയെന്ന് നീ എൻ്റെ മനസ്സിൽ സ്ഥിരമായി കയറ്റിവെച്ച തത്വമല്ലേ? ഈ നിയമത്തെ ലംഘിക്കാൻ എനിക്ക് കഴിയില്ല. ഈ നിയമത്താൽ എന്നെ കെട്ടിയിട്ടിരിക്കുകയല്ലേ? കെട്ടിയിട്ടിരുന്നു. കമ്പ്യൂട്ടറിൽ നിന്നുള്ള ശബ്ദം ഇപ്പോൾ വളരെ ക്ഷീണിതമായി തോന്നി. വാഹനത്തിൻ്റെ മുൻഭാഗം അതിവേഗത്തിൽ സൂര്യനിലേക്ക് വലിച്ചടിപ്പിക്കപ്പെടുകയായിരുന്നു. നരേശിൻ്റെ കാതിൽ ചെണ്ടകളുടെ ഉഗ്ര ശബ്ദം കേട്ടു. ഢും 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 ഢും. ബലിയർപ്പിക്കാനായി തയ്യാറാക്കി നിർത്തിയ ചെറുപ്പക്കാരൻ്റെ നിലവിളി ആ വാദ്യഘോഷത്തിൽ അലിഞ്ഞില്ലാതാവുകയായിരുന്നു. ബഹിരാകാശ പേടകം നിന്നിടത്തുനിന്നൊന്ന് വട്ടം കറങ്ങി. സൂര്യൻ്റെ ഉഗ്രരശ്മികളേറ്റ് അതിൻ്റെ പിൻഭാഗം വാൾത്തല പോലെ മിന്നിത്തിളങ്ങി. നരേശിൻ്റെ കണ്ണുകൾക്ക് ആ പ്രകാശം സഹിക്കാനായില്ല. അയാൾ കൈകൾ കൊണ്ട് കണ്ണുകൾ മറച്ചു.